APJ Abdul Kalam Technological University 2024 scheme Engineering Graphics and Computer Aided Drawing മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആണിത്. യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളാണ്. നമ്മൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. 10 പാർട്ടായിട്ടാണ്, ഓരോ ക്വസ്റ്റ്യനും ഓരോ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 2019 സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം മാർക്ക് 60 മാർക്കായി മാറി, 100-ന് 60 ആയി. 19 സ്കീമിൽ അത് 3 hours എക്സാം ആയിരുന്നെങ്കിൽ 2 hour 30 minutes ആയി. സിലബസിൽ ഒരു മൊഡ്യൂൾ കുറഞ്ഞു, മൊഡ്യൂൾ നമ്പർ 5 ഇല്ല. ബാക്കി ഓൾമോസ്റ്റ് സെയിം ആണ്. അതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, എന്താ ഡിഫറൻസ് ഒക്കെ. ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റീറ്റെയിൻ കൺസ്ട്രക്ഷൻ ലൈൻസ്. 2 ആർക്ക് കട്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആർക്ക്, അത് കൺസ്ട്രക്ഷനാണ്, ആ ആർക്ക് അവിടെ കീപ്പ് ചെയ്യണം, ഇറേസ് ചെയ്യരുത്. ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ മാർക്ക് ഉണ്ട്, 1 to 2 മാർക്സ് ആൻസർ കീയിൽ വരും. ആൻസർ എനി 1 question ഫ്രം ഈച്ച് മൊഡ്യൂൾ. അതായത് മൊഡ്യൂൾ നമ്പർ 1-ൽ 2 ലൈൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, മൊഡ്യൂൾ നമ്പർ 2-ൽ 2 സോളിഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, മൊഡ്യൂൾ നമ്പർ 3-ൽ 1 സെക്ഷൻ 1 ഡെവലപ്മെൻറ്റ്, മൊഡ്യൂൾ നമ്പർ 4-ൽ 2 ഐസോമെട്രിക്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക എന്ന് കരുതി നിങ്ങൾ ഒന്ന് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നല്ല. ഓരോ മൊഡ്യൂളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം സമയമുണ്ടെങ്കിൽ ഓപ്ഷനായിട്ടുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. കാരണം സംടൈംസ് നമ്മൾ വരച്ചിരിക്കുന്നതിൽ സിമ്പിൾ പൊസിഷൻ തെറ്റായിരിക്കും, മാർക്ക് 0-ലേക്ക് പോയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ സോളിഡ്സിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3rd സ്റ്റേജ് അറിയില്ല, ബട്ട് 1st 2nd സ്റ്റേജ് അറിയാം. അപ്പോൾ അതുകൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനായിരിക്കും മാർക്ക് കിട്ടുക. അങ്ങനെയൊക്കെ വാല്യൂഷൻ കാണാറുണ്ട്. അതുകൊണ്ട് 2.5 മണിക്കൂറും എക്സാം ഹോളിൽ ഇരുന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. കൂടുതൽ മാർക്ക് ഏതിനാണ് കിട്ടുന്നത് അതാണ് കൺസിഡർ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1-ലോട്ടേക്ക് പോകാം. One end of a line CD is 15 mm above HP and 20 mm in front of VP. At the same time, the other end is 60 mm above HP and 50 mm in front of VP. The distance between the end projectors is 70 mm. Draw the projections of the line and locate the traces. Determine the true and apparent lengths. Also find the true and apparent inclinations. തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. തന്നിരിക്കുന്ന 5 ഡാറ്റയും നോട്ട് ചെയ്യുക. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സാണ് തന്നിരിക്കുന്നത്. ട്രേസ് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. വരച്ച് കഴിഞ്ഞാൽ ട്രൂ ലെങ്തിൻ്റെ ഇൻക്ലിനേഷനും അപ്പാരൻറ്റ് ലെങ്തിൻ്റെ ഇൻക്ലിനേഷനും ഇതൊക്കെ എടുത്ത് നോട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ അതിനൊക്കെ ആൻസർ കീയിൽ വെയിറ്റേജ് വരും. വീഡിയോയുടെ അവസാനം ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടാകുന്നതായിരിക്കും. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓട്ടോഡെസ്കിൻ്റെ AutoCAD സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ഗിവൺ ഡാറ്റാസ് ആദ്യം നോട്ട് ചെയ്യാം. എൻഡ് സിയുടെ എബോ ഡിസ്റ്റൻസും ഇൻഫ്രണ്ട് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് C' 15 mm എബോ HP എന്ന് തന്നു. ദാറ്റ് മീൻസ് 15 mm എബോ XY ലൈൻ. C 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 20 mm ബിലോ XY ലൈൻ. അടുത്തത് ഡിയുടെ ഇൻഫ്രണ്ട് ആൻഡ് എബോ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. D' 60 mm എബോ HP എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് 60 mm എബോ XY ലൈൻ. ഡിയുടെ ടോപ്പ് വ്യൂ സ്മോൾ d 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് 50 mm ബിലോ XY ലൈൻ. അടുത്ത് തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് മീൻസ് C' വെർട്ടിക്കൽ പ്രൊജക്ടർ, അതേപോലെ D' പ്രൊജക്ടർ. ഇത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് XY ലൈനിലൂടെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ടു 60 mm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് 60 mm തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് XY ലൈൻ വരയ്ക്കുക. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഗിവൺ ഡാറ്റാസ് ആദ്യം പ്ലോട്ട് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക. C' ലൊക്കേറ്റ് ചെയ്യണം. 15 mm എബോ ആയിട്ട് C' ലോക്കസ് വരയ്ക്കുക. C' ലൊക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ കിട്ടിയിരിക്കുന്നതാണ് പോയിൻ്റ് സിയുടെ ഫ്രണ്ട് വ്യൂ. C'. C 20 mm ബിലോ XY ലൈൻ. സിയുടെ ലോക്കസ് വരയ്ക്കുക.
ഈ പോയിൻ്റാണ് സി. C' ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് 70 mm. സോറി, ഞാൻ നേരത്തെ 60 എന്ന് എഴുതിയത്, അല്ല 60 അല്ല 70 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് C''യും D''യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 70 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഈ C' ലൈൻ അതേപോലെ ഇവിടെ വരുന്ന D' ലൈൻ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 70 ആണ്. ഓക്കെ, അപ്പോൾ 70 mm ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് D'-ൻ്റെ ഹൈറ്റ് തന്നു 60 mm എബോ ആണ്. 60 mm എബോ D' ലൊക്കേറ്റ് ചെയ്യുക. D'-ൻ്റെ ലോക്കസ് ലൈൻ വരയ്ക്കുക. ഈ പോയിൻ്റാണ് D'. അതുപോലെ 50 mm ബിലോ ആയിട്ട് നമുക്ക് D ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. XY ലൈനിൽ 50 mm ബിലോ ആയിട്ട് ഡിയുടെ ടോപ്പ് വ്യൂ D ലൊക്കേറ്റ് ചെയ്യുക. അതിലൂടെ ലോക്കസ് ഓഫ് D വരയ്ക്കുക. പോയിൻ്റ് D എയിം ചെയ്യുക. ഇതാണ് പോയിൻ്റ് D. ഇനി ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കാൻ പറ്റും, കാരണം C', D', സിയും ഡിയും കിട്ടി. തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് C', D' ജോയിൻ ചെയ്യാം. അതുപോലെ CDയും തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ അതേപോലെ ട്രേസും ലൊക്കേറ്റ് ചെയ്യണം. ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് XY ലൈനെ പാരലാക്കുമ്പോൾ ഇവിടെ C' ലൈനിൽ D2' കിട്ടും. D2' നേരെ ഡിയുടെ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് D2 കിട്ടും. ഓക്കെ, CD2 ആണ് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP. C', D' റൊട്ടേറ്റ് ചെയ്യണം. ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് D2'. D2' കിട്ടിക്കഴിഞ്ഞാൽ തിൻ ലൈൻ യൂസ് ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്യുക ഡിയുടെ ലോക്കസിലേക്ക്. ഈ പോയിൻ്റ് ആയിരിക്കും D2. തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് CD2 ജോയിൻ ചെയ്യാം. CD2ൻ്റെ ലെങ്ത് മെഷർ ചെയ്തിട്ട് C' ഈ D' ലോക്കസിലേക്ക് ആർക്ക് കട്ട് ചെയ്താൽ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ CDനെ റൊട്ടേറ്റ് ചെയ്ത് XY ലൈന് പാരലാക്കി D1 കണ്ടിട്ട് ഈ D' ലോക്കസിലേക്ക് പ്രൊജക്റ്റ് ചെയ്താലും അപ്പോൾ CDനെ റൊട്ടേറ്റ് ചെയ്യുന്നു, D1 കാണുന്നു. ഈ പോയിൻ്റാണ് D1. D1നെ D' ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ D1' കിട്ടും. ഈ പോയിൻ്റാണ് D1'. C', D1' തിക്ക് ലൈൻ യൂസ് വരയ്ക്കുക. പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ട്രേസ് ലൊക്കേറ്റ് ചെയ്യാം. ട്രേസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വ്യൂവിനെയും ടോപ്പ് വ്യൂവിനെയും, അതായത് C', D'-നെയും CDനെയും എക്സ്റ്റെൻഡ് ചെയ്യണം. ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ ഫ്രണ്ട് വ്യൂ ആയ H'. ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർട്ടിക്കൽ ട്രേസിൻ്റെ ടോപ്പ് ആയ V. ഇനി V'-ഉം H'ും കാണാൻ വേണ്ടിയിട്ട് ഈ H'-ലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക, അതിലേക്ക് ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. Vയിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക, അതിലേക്ക് ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ V'-ഉം കിട്ടും. അപ്പോൾ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ലൈനിനെ തന്നെ, അതായത് C', D'-നെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. C' D1'-നെ എക്സ്റ്റെൻഡ് ചെയ്യരുത്, തെറ്റാണ്. ഫൈനൽ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റാണ് H'. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കണം. ഈ ലൈൻ തിൻ ലൈൻ ആയിരിക്കണം. ഈ പോയിൻ്റാണ് H'. അതുപോലെ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, CDനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് V. ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ തിൻ ലൈൻ ആയിരിക്കണം. ഇനി H'-ൻ്റെ ടോപ്പ് വ്യൂ പോയിൻ്റായ H ലൊക്കേറ്റ് ചെയ്യണം. അതിന് H'-ലൂടെ
ലൈൻ വരയ്ക്കുക. ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിലേക്ക് കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് എച്ച്. വിയുടെ ഫ്രണ്ട് വ്യൂ വി ഡാഷ് കിട്ടാൻ വേണ്ടിയിട്ട് വിയിലൂടെ പ്രൊജക്ടർ വരയ്ക്കുക. അതിലേക്ക് ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കുക. ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് വിയുടെ ഫ്രണ്ട് വ്യൂ വി ഡാഷ്. ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി ഗിവൺ ഡാറ്റ ഡയമെൻഷൻ ചെയ്യണം. അതേപോലെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ട്രൂ ലെങ്ത്, ട്രൂ ഇൻക്ലിനേഷൻ, അപ്പാരൻറ്റ് ലെങ്ത്, അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ അതൊക്കെ നോട്ട് ചെയ്യണം, എടുത്തെഴുതണം. ഗിവൺ ഡാറ്റ ആദ്യം ഡയമെൻഷൻ ചെയ്യാം. ഗിവൺ ഡാറ്റ ഡയമെൻഷൻ ചെയ്തു. നമുക്കിനി ട്രൂ ലെങ്ത് അത് ഡയമെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, മെഷർ ചെയ്ത് എഴുതാണ് വേണ്ടത്. മെഷർ ചെയ്ത് നോക്കാം. 88 mm ആണ് ട്രൂ ലെങ്ത് കിട്ടിയിരിക്കുന്നത്. ഡയമെൻഷൻ ചെയ്യേണ്ടത് എടുത്തെഴുതുകയാണ് വേണ്ടത്. ആ സെയിം ലെങ്ത് തന്നെയാണ് ടോപ്പ് വ്യൂയിലും ട്രൂ ലെങ്ത് കിട്ടിയിരിക്കുന്നത്. ഇൻക്ലിനേഷൻ വിത്ത് HP കിട്ടിയിരിക്കുന്നത് 31 ഡിഗ്രിയാണ്. ഇൻക്ലിനേഷൻ വിത്ത് VP കിട്ടിയിരിക്കുന്നത് 20 ഡിഗ്രിയാണ്. 83 ആണ് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത്. ടോപ്പ് വ്യൂയുടെ ലെങ്ത് കിട്ടിയിരിക്കുന്നത് 76 ആണ്. ആൽഫ ഇൻക്ലിനേഷൻ ഓഫ് ഫ്രണ്ട് വ്യൂ വിത്ത് XY ലൈൻ 33 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. ഇൻക്ലിനേഷൻ ഓഫ് ടോപ്പ് വ്യൂ വിത്ത് XY ലൈൻ 23 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊക്കെ എടുത്തെഴുതണം. ട്രൂ ലെങ്ത് 88. ആൻസേഴ്സ് എടുത്തെഴുതുക, ഡയമെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഇനി ഇതിൻ്റെ 15 മാർക്കിൻ്റെ കീ ഡിസ്കഷൻ. C', D', ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്കോളം കിട്ടും. ഇനി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ അത് 8 മാർക്സ് ടു 9 മാർക്സോളം എത്തും. റൊട്ടേറ്റ് ചെയ്ത് ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യുക. 1 മാർക്ക് നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ് ആയിരിക്കും. ആൻസേഴ്സ് എടുത്ത് എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഓരോ ആൻസേഴ്സും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഡാറ്റാസ് എടുത്തെഴുതുക. അപ്പോൾ ഇതിനായിരിക്കും ബാക്കി മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻസർ.